പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കപ്പയും മുട്ടയും. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിന് കറി വേണമെന്നൊന്നുമില്ല, കറിയില്ലാതെ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ കപ്പയും മുട്ടയുടെയും റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 1 കിലോ അളവിൽ കപ്പ കഴുകി വൃത്തിയാക്കി കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൊത്തിയെടുത്തില്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് വേകുന്ന കപ്പയായതുകൊണ്ട് അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിത് കൊത്തിയെടുത്തേക്കുന്നത്. വെള്ളം നന്നായിട്ട് തന്നെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ കഷ്ണങ്ങളെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവുന്ന കപ്പയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇതിപ്പം 2 തിള വന്നതേ ഉള്ളൂ. നന്നായിട്ടിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവരുത്. നമ്മൾ കപ്പ കുഴയ്ക്കാനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ കിട്ടണം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവരുത്. കറക്റ്റ് ഈ ഒരു പരുവം തന്നെ മതിയാകും. ഇനി ഒരു ബൗളിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു കളറിന് വേണ്ടി 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ടെങ്കിൽ കുരുമുളക് പൊടി ആണെങ്കിലും ചേർത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചൊരു കറിവേപ്പില അരിഞ്ഞതും കൂടെ മേളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. നമ്മൾ ഈ മുട്ടയൊക്കെ ചിക്കി എടുക്കുന്ന പോലെ ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് അങ്ങനെ പോകരുത്. ചെറുതായിട്ടൊരു വലുപ്പത്തിൽ വേണം ഇത് ചിക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവാതെ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് കിട്ടണം. ഇനി അതേ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടിക്ക് തന്നെയാട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4-5 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഒരു 4-5 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ 2 സവോളയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ കപ്പയുടെ അളവിലാണ് പറയുന്നത്. നിങ്ങളിതിൽ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതിലേക്ക് കപ്പയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പയൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ചിക്കിയെടുത്ത മുട്ടയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ പച്ചയ്ക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ ഇതിന്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് നന്നായിട്ട് വെന്ത കപ്പ തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവരുത്. ഈ ഒരു രീതിക്ക് കിട്ടിയാൽ നമ്മുടെ ഒരു കപ്പയും മുട്ടയുടെ ഒരു മസാല നന്നായിട്ട് തന്നെ കിട്ടുകയുള്ളൂ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് കട്ടിയായതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഇത് ഷാപ്പിലും പിന്നെ തട്ടുകടയിലൊക്കെ കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. എല്ലായിടവും കിട്ടുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കോട്ടയം തിരുവല്ല സൈഡൊക്കെ കിട്ടും. എൻ്റെ നാട് തിരുവല്ലയാട്ടോ. നമുക്കിവിടെ മഹാരാഷ്ട്രയിൽ എപ്പോഴും കപ്പ കിട്ടത്തില്ല. കിട്ടിയപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇതിലേക്ക് നിങ്ങൾ കപ്പ എടുക്കുമ്പോൾ നന്നായിട്ട് വേകുന്നത് തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്.
ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന് കറികളൊന്നും വേണമെന്നൊന്നുമില്ല, ചുമ്മാതെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്